വിവാദങ്ങൾക്കിടെ കൺസ്യൂമർ ഫെഡിന്റെ ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. അഴിമതി ആരോപണ വിധേയരായി നടപടിയെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ പുതുതായി ചുമതലയെടുത്ത MD തിരിച്ചെടുത്തതും ക്രമക്കേട് കണ്ടെത്തിയ ആഭ്യന്തര അന്വേഷണ സംഘം തലവനെ തരംതാഴ്ത്തിയതും വലിയ ചർച്ചയ്ക്ക് വഴിവെക്കും. സതീശൻ പാച്ചേനിയുടെ നേതൃത്വത്തിലുള്ള ഉപസമിതി തയ്യാറാക്കിയ അഴിമതി സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടും ഇന്ന് ബോർഡിന്റെ മുന്നിൽ വയ്ക്കാനിടയുണ്ട്. ടോമിൻ തച്ചങ്കരിയെ കൺസ്യൂമർ ഫെഡ് MD സ്ഥാനത്തു നിന്ന് നീക്കി S. രത്നകുമാർ സ്ഥാനമേറ്റ ശേഷം ചേരുന്ന ആദ്യ ഡയറക്ടർ ബോർഡ് യോഗമാണ് ഇന്നത്തേത്. കൺസ്യൂമർ ഫെഡിലെ അഴിമതിയെ തുടർന്ന് ടോമിൻ തച്ചങ്കരി പുറത്താക്കിയ 6 ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്ത MDയുടെ നടപടിയും അഴിമതി കണ്ടെത്തിയ ആഭ്യന്തരാന്വേഷണ സംഘം തലവൻ G. ദിനേശ് ലാലിനെ തരം താഴ്ത്തിയതും വലിയ ചർച്ചയ്ക്കാണ് വഴിവെക്കുക. കൺസ്യൂമർ ഫെഡിലെ ട്രെയിനിംഗ് ഡിവിഷന്റെയും ആഭ്യന്തരാന്വേഷണത്തിന്റെയും ചുമതല വഹിച്ചിരുന്ന ദിനേശ് ലാലിനെ കോട്ടയം നീതി വിതരണ കേന്ദ്രത്തിലേക്ക് സ്ഥലം മാറ്റിയ നടപടി പ്രതികാര ബുദ്ധിയോടെയാണെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. പല ബോർഡ് അംഗങ്ങളും ഈ നടപടിക്കെതിരെ പരസ്യ പ്രതികരണവും നടത്തിയിരുന്നു. മികച്ച ജീവനക്കാരനെന്ന പ്രശംസാപത്രം നേടിയ തന്നെ അഴിമതി കണ്ടെത്തിയതിന്റെ പേരിൽ തരം താഴ്ത്തിയ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിനേശ് ലാൽ ഡയറക്ടർ ബോർഡ് നൽകിയ പരാതിയും ഇന്ന് പരിഗണിക്കും. ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരമില്ലാതെ പുതിയ വിജിലൻസ് സമിതിയെ തെരഞ്ഞെടുത്തതും മതിയായ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതിനാൽ തരം താഴ്ത്തണമെന്ന് ടോമിൻ തച്ചങ്കരി ആവശ്യപ്പെട്ട ഫിനാൻസ് ഓഫീസറെ ഈ സമിതിയിൽ ഉൾപ്പെടുത്തി വിരമിച്ച ശേഷവും കാലാവധി നീട്ടി നൽകാനുള്ള നീക്കവും വലിയ വിമർശനങ്ങളിലേക്ക് വഴിവെക്കും. അഴിമതി അന്വേഷിച്ച സംഘത്തിന്റെ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് പഠനം നടത്തിയ സതീശൻ പാച്ചേനിയുടെ നേതൃത്വത്തിലുള്ള ഉപസമിതി റിപ്പോർട്ടും ഇന്ന് ഡയറക്ടർ ബോർഡിന് മുന്നിൽ വെച്ചേക്കും. തൃശ്ശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.